Hello friends, Prime Motors ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് RS200ൻ്റെ മിസ്സിംഗ് ഒരു കംപ്ലൈൻറ്റിനെ പറ്റിയാണ്. RS200ൻ്റെ കസ്റ്റമേഴ്സിൽ ഒട്ടുമിക്ക പേരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്. മിസ്സിംഗ് ഉണ്ട്, ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തും സ്ലോ റണ്ണിലും ഉണ്ട്, നമ്മൾ ത്രോട്ട് കൊടുത്തു പോകുന്ന സമയത്തും മിസ്സിംഗ് ഉണ്ടെന്നുള്ളത് റെഗുലർ കംപ്ലൈൻ്റാണ്. നമുക്കിന്ന് കംപ്ലൈൻറ്റിലേക്ക് നോക്കാം, എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, ത്രോട്ടിൽ ബോഡി. ഈ 4 കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ RS200ൽ മിസ്സിംഗ് വരാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. RS200ൽ ഫെയറിംഗ് അഴിക്കാതെ നമുക്ക് ഈ ഒരു പരിപാടിയും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് ഫെയറിംഗ് അഴിച്ച് തന്നെ നമ്മുടെ വർക്കിലേക്ക് പോകാം. RSൻ്റെ കിറ്റ് ഇതുവരെ ഇളക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കണക്ഷൻസ് കാണിച്ചു തരാം. ഫ്രണ്ട് ഫ്ലാപ്പിൽ മൊത്തം 4 കണക്ഷൻസ് വരുന്നുണ്ട്. അതല്ലാതെ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ 2 കണക്ഷൻസും സൈഡിൽ മുകളിലായിട്ട് 2 കണക്ഷൻസും പിന്നെ വരുന്നത് ബാക്ക് സൈഡിൽ 2 കണക്ഷൻസ് വരുന്നുണ്ട്. ഇതാണ് ടാങ്കിൻ്റെ റിമൂവ് ചെയ്യാനായിട്ടുള്ള കണക്ഷൻസ് വരുന്നത്. ടാങ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ടാങ്കിൻ്റെ അടിയിലായിട്ടാണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നമുക്കിനി ടാങ്ക് ഇളക്കി മാറ്റിയിട്ട് എയർ ഫിൽറ്റർ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ. ടാങ്ക് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, നമ്മുടെ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഫ്യൂൽ ഫിൽറ്റർ ടാങ്കിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രം ടാങ്ക് റിമൂവ് ചെയ്യുക. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ 4 കണക്ഷൻ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് എയർ ഫിൽറ്ററിന് ചെക്ക് ചെയ്യാം കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. കംപ്ലീറ്റ് നശിച്ചിട്ടുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്തിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിത് റീപ്ലേസ് ചെയ്ത് പുതിയ ഫിൽറ്റർ ഇടാം. പുതിയ എയർ ഫിൽറ്ററിൻ്റെ എമൗണ്ട് വന്നിട്ട് 262 രൂപയാണ് വരുന്നത്. നമുക്ക് പഴയ എയർ ഫിൽറ്ററും പുതിയ എയർ ഫിൽറ്ററും കൂടെ വച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും രണ്ടിൻ്റെ വ്യത്യാസം, പഴയത് എന്തുമാത്രം നശിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ താഴെയായിട്ട് 3 സൈഡിലുമായിട്ടാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. വണ്ടിയുടെ പ്ലഗിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പുതിയ പ്ലഗും പഴയ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കപ്പോൾ അതും റീപ്ലേസ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്ക് ത്രോട്ടിൽ ബോഡിയാണ്. നമുക്കിനി ത്രോട്ടിൽ ബോഡി ഇളക്കി ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻറ്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ നമ്മൾ ത്രോട്ടിൽ ബോഡി അഴിച്ചെടുത്തിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം കംപ്ലീറ്റ് അകത്ത് ഡസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ത്രോട്ടിൽ ബോഡി മാറേണ്ട ആവശ്യമില്ല, നമുക്കിത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതിയാവും. നമുക്കിനി ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് തിരിച്ച് വണ്ടിയിലേക്ക് വയ്ക്കാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് ത്രോട്ടിൽ ബോഡി തിരിച്ച് ഫിറ്റ് ചെയ്യുക, പാർട്സ് എല്ലാം എടുത്ത് വെക്കുക, അതോടെ വണ്ടി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൾസർ RS200ൽ മിസ്സിങ് വരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി മിസ്സിങ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, എന്തൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് മാറ്റണം എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫ്യൂൽ ഫിൽറ്ററാണ്. ഇത് ക്ലോഗ്ഡ് ആണ്, ഇതിപ്പോൾ മാറേണ്ട കണ്ടീഷനാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് ഇത് കണ്ടോ, എയർ ഫിൽറ്ററും തീരെ ക്ലോഗ്ഡ് ആണ്. ഇത് മാറേണ്ട കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് മാറിയിട്ടുണ്ട് നമ്മൾ. പിന്നെ വരുന്നത് 3 പ്ലഗാണ്. 3 പ്ലഗും മാറേണ്ട കണ്ടീഷനാണ്. ഇതിൻ്റെ ടിപ്പൊക്കെ പോയിരിക്കുകയാണ്, നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇത് 3 പ്ലഗും നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ ഇതൊക്കെ മാറുന്നതും ഇതെല്ലാം നമ്മൾ ജനറൽ ചെക്കപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് ടോട്ടൽ ബോഡി ക്ലീൻ. നമ്മൾ നോർമലി നമ്മൾ വരുന്ന ഈ ജനറൽ ചെക്കപ്പ് വർക്കിന് നമ്മൾ ഈടാക്കുന്ന എമൗണ്ട് 400 രൂപയാണ്. പിന്നെ ത്രോട്ടിൽ ബോഡി ക്ലീനിങ്ങിന് ഡിഫറൻസ് വരുന്നുണ്ട്. ഓരോ സർവീസ് സെൻ്ററിലും അല്ലെങ്കിൽ ഓരോ വർക്ക്ഷോപ്പുകളിലും പല റേറ്റാണ് മേടിക്കുന്നത്. നമ്മൾ ഈടാക്കുന്നത് 600 രൂപയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പെട്രോളിൻ്റെ ലെവൽ. RS200 പോലുള്ള വണ്ടികൾക്ക്
നമ്മളൊരു 2 ലിറ്റർ പെട്രോളെങ്കിലും ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പമ്പ് വർക്ക് ചെയ്യുന്നതിന് മിനിമം ലെവൽ 1.5-2 ലിറ്ററിൻ്റെ ഇടയിൽ തന്നെ വേണം. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ശരിയാണ്, ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടുതലാണ് എങ്കിലും പറ്റുന്നതുപോലെ പമ്പിൻ്റെ വർക്കിംഗ് ഭാവിയിൽ വരാൻ ഇതിൻ്റെ ദോഷം കാരണം വരാൻ സാധ്യതയുള്ള ചിലവിനെ പറ്റി ആലോചിക്കുമ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നോർമലി നമ്മുടെ RS200 പോലുള്ള വണ്ടികൾക്ക് സർവീസ് ഇൻ്റർവെൽ വരുന്നത് എല്ലാ 4500-5000 കിലോമീറ്ററിന് ഇടയിലാണ്. ഈ സർവീസുകളിലെല്ലാം മാക്സിമം നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗും ഫ്യൂൽ ഫിൽറ്ററും ക്ലീൻ ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇത്രയും മോശം കണ്ടീഷൻ ആണെങ്കിൽ മാറാൻ ശ്രമിക്കുക. 10000-15000 കിലോമീറ്ററിലൊക്കെ ഉള്ള സർവീസുകളിൽ മാറേണ്ട കണ്ടീഷൻ ആണെങ്കിൽ മാക്സിമം മാറുക. പിന്നെ ത്രോട്ടിൽ ബോഡി ക്ലീനിങ്ങും അതുപോലെ തന്നെയാണ്. 15000 കിലോമീറ്ററിലോ 20000 സർവീസിൽ ഞാൻ ഇൻ്റർവെല്ലാണ് ഉദ്ദേശിക്കുന്നത്. 15000 കിലോമീറ്ററിലോ 20000 കിലോമീറ്ററിലോ വരുന്ന ഇൻ്റർവെല്ലിൽ ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയുടെ അംഗമാവുക. താങ്ക് യു.